ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ മുദ്രാ വായ്പകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? രാജ്യത്തെ ആളുകളുടെ ബിസിനസ് മോഹങ്ങൾക്ക് കരുത്തു പകരാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ അതുല്യ വായ്പാ പദ്ധതികളിൽ ഒന്നാണിത്. 40 കോടി ആളുകൾക്കും അവരുടെ ബിസിനസ് ആരംഭിക്കുന്നതിനോ വിപുലീകരിക്കുന്നതിനോ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ PMMY മുദ്ര ലോൺ എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി, ഒരു ബിസിനസ് ലോൺ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യോഗ്യരായിട്ടുള്ള വ്യക്തികൾക്ക് കുറഞ്ഞ പലിശ നിരക്കിലും കുറഞ്ഞ മാനദണ്ഡങ്ങളിലും ഈ ഒരു പദ്ധതി വായ്പ ഉറപ്പാക്കുന്നു. ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ പ്രൊജക്റ്റിന് അനുസരിച്ച് 10 ലക്ഷം രൂപ വരെയാകും വായ്പ ലഭിക്കുക. ഒരു കുടുംബത്തിലെ ഏകദേശം 5 പേർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയിൽ 3 തരത്തിലുള്ള വായ്പകളാണ് അനുവദിക്കുക. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായുള്ളത് ശിശു വായ്പയാണ്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ 50,000 രൂപ വരെ ഇതിലൂടെ നിങ്ങൾക്ക് വായ്പയായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വായ്പാ പദ്ധതിയാണ് കിഷോർ. ഒരു ചെറുകിട അല്ലെങ്കിൽ ഇടത്തരം ബിസിനസ് വിപുലീകരിക്കുന്നതിന് 50,000 രൂപ മുതൽ 5 ലക്ഷം വരെയാണ് ലോൺ നൽകുക. വലിയ ബിസിനസ്സുകൾക്ക് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വായ്പ ഉറപ്പാക്കുന്നതാണ് തരുൺ പദ്ധതി. ഇക്കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ ഈ പദ്ധതിയുടെ വിപുലീകരണം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. 10 ലക്ഷം രൂപ വരെ വായ്പയെടുത്ത് തിരിച്ചടവ് മുടക്കാതെ പൂർത്തിയാക്കുന്നവർക്ക് ബിസിനസ് വിപുലീകരിക്കാൻ അതേ നിബന്ധനകളിൽ 10 ലക്ഷം രൂപ വരെ അനുവദിക്കുന്നതാണ് പദ്ധതി. അതായത് നിങ്ങൾ നല്ല രീതിയിൽ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ വരെ സർക്കാർ സഹായം ഉറപ്പാക്കുന്നു. വായ്പ നൽകുന്ന ബാങ്കിനെ ആശ്രയിച്ച് ഈ വായ്പകളുടെ പലിശ നിരക്കിൽ മാറ്റങ്ങൾ വരാം. സാധാരണഗതിയിൽ വരുന്നത് 9% മുതൽ 12% വരെയാണ് പലിശ നിരക്ക്. സർക്കാർ സബ്സിഡി കൂടി ചേരുമ്പോൾ പലിശ നിരക്ക് നന്നേ കുറവുണ്ടാകും. ഒരു ബിസിനസ് ആരംഭിക്കുവാനോ വിപുലീകരിക്കാനോ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, തൊഴിലില്ലാത്ത യുവാക്കൾക്ക്, വനിതാ സംരംഭകർക്ക്, ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക്, വൈകല്യമുള്ള വ്യക്തികൾ എന്നിവർക്കൊക്കെ പദ്ധതിയിൽ മുൻതൂക്കം ലഭിക്കും. എങ്ങനെയാണ് ഈ ഒരു വായ്പ നമുക്ക് ലഭ്യമാകുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്ന ബാങ്കിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് വഴിയാണ് വായ്പയ്ക്ക് അപേക്ഷിക്കേണ്ടത്. അതിനു മുമ്പ് നിങ്ങൾ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏത് ബാങ്കിനു കീഴിൽ വരുമെന്ന് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്ന് ഓൺലൈൻ അപേക്ഷ പൂരിപ്പിക്കുക. ആധാർ കാർഡ്, പാൻ കാർഡ്, ബിസിനസ് പ്രൂഫ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയ ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യണം. വിവരങ്ങൾ പരിശോധിച്ച് ഉടനെ തന്നെ അനുമതി വിവരം ബാങ്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ബാങ്കുകൾ സന്ദർശിച്ച് ഓൺലൈനായും നമുക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് PMMY മുദ്ര ലോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ. കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്